ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ട അത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നരച്ച ദോശമാവാണ്. ഞാനിവിടെ 2 കപ്പോളം ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു വലിയ സവോള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പില ഒന്ന് അരിഞ്ഞാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു പച്ചമുളക് കനം കുറച്ച് കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇഞ്ചി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ ഒന്ന് കട്ടിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് മാവോ അല്ലെങ്കിൽ മൈദാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏത് ചേർത്താലും കുഴപ്പമില്ല, ഇതൊന്ന് കട്ടിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറയെ ഇടിയപ്പത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബാറ്റർ ഒന്ന് കട്ടിയാക്കി എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തു. നമ്മുടെ ദോശമാവിൻ്റെ ലൂസ് അനുസരിച്ചിരിക്കും നമ്മുടെ ഇതിൽ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. പൊക്കവടയൊക്കെ തയ്യാറാക്കുന്ന അതേ ഒരു പരുവത്തിലാണ് വേണ്ടത്. ദോശമാവ് കൊണ്ട് ഒരു പൊക്കവട എന്നൊക്കെ പറയാം കേട്ടോ ഈ റെസിപ്പിക്ക്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ, ഉള്ളൊട്ടും വെന്ത് കിട്ടില്ല. നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായി പൊങ്ങി വരുന്നത് കണ്ടില്ലേ. നമ്മളിതിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നാലും ഇത് നന്നായി പൊങ്ങി വരും. ഉഴുന്നരച്ച ദോശമാവല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരും കേട്ടോ. അതുപോലെ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊന്നും വെച്ചിട്ടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഒരു രൂപത്തിലൊക്കെ തോന്നും. പക്ഷേ എങ്കിൽ കുഴപ്പമില്ല, ഇതൊന്നും ഒരിഞ്ഞു വരുമ്പോൾ വേറിട്ട് വരും കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ചോട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ ഇത് തയ്യാറാക്കി എടുക്കാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട. എത്ര വേഗം നമ്മളിത് ചെയ്തിരിക്കുന്നത് അറിയോ. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകരുത്. ഇനി ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ കേട്ടോ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ നമ്മളിവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ ചേർത്ത് കൊടുക്കുക. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ കുറേ സമയം ഇങ്ങനെ കാണിച്ചിരിക്കണ്ടല്ലോ. തിരിച്ചു മറിച്ചുവിട്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഞാനിവിടെ മുഴുവൻ ദോശമാവ് പൊക്കവട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സിമ്പിളായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകരുതേ. താങ്ക് യു.